നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. PM ശ്രീ പദ്ധതി കരാറിന്റെ കോപ്പി കത്തിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ നടപ്പിലാക്കുന്ന PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് പിണറായി സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരാറിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. ആൽത്തറയ്ക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസറുദ്ദീൻ കളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാംസ്കാരിക സാഹിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ ഗാന്ധിഗ്രാം മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ മാണാത്ത്, സനൽ AS, ശരത് ദാസ്, നിയോജക മണ്ഡലം ഭാരവാഹികളായ വിനു ആന്റണി, എബിൻ ഷോൺ, ഷാർവി എന്നോ, ഡേവിസ് ഷാജു, അഖിൽ മുകുൾകുടം, ആൽബർട്ട് ജോയ്, എൽവിൻ പോൾ എന്നിവർ നേതൃത്വം നൽകി. കേരള പൊതുസമൂഹത്തിലെ പാഠ്യപദ്ധതിയിൽ കാവ്യവൽക്കരണം കുത്തിനിറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വളരെ ബുദ്ധിപൂർവമായ അജണ്ടയിൽ കേരള ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ CM, അതായത് ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ബോധപൂർവമായി പരിശ്രമിച്ചുകൊണ്ട് തന്നെ MOയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്രത്തിൻ്റെ നിരന്തരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ഈ PM ശ്രീയിൽ ഒപ്പുവെക്കാനായിട്ട്. അന്നൊക്കെ ഈ CPMൻ്റെ യുവജന സംഘടനകളായ DYFIയും SFIയും ഒക്കെ വളരെ കർക്കശകരമായ രീതിയിൽ ഇതിനെ എതിർക്കുന്ന ഒരു സംഭവവികാസം നാം കാണുകയുണ്ടായി. പക്ഷേ മാതൃസംഘടനയായ CPM കടിഞ്ഞാണിടുന്ന അല്ലെങ്കിൽ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനത്തിലെ മന്ത്രിസഭ തലയിൽ മുണ്ടിട്ടുകൊണ്ട് രാത്രി പോയിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ കാല് പിടിച്ചുകൊണ്ട് കിട്ടാനുള്ള 1000 കോടി കിട്ടാൻ വേണ്ടി അവരുടെ അടിസ്ഥാനപരമായ ഒരു ആശയം തന്നെ വെല്ലുവിളിപ്പിച്ചുകൊണ്ട് ഒരു രാത്രി പോയി ആ PM ശ്രീ എന്ന കേരള സംസ്ഥാനത്തിന്റെ പൊതുസമൂഹം എതിർക്കുന്ന പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുകയാണ്. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ സംബന്ധിച്ച് വ്യാജ പ്രചരണം നടത്തുന്ന കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിലെ എല്ലാ സ്വത്തുക്കളും സുരക്ഷിതമാണ്. മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. 2024 മാർച്ച് 31 വരെയുള്ള ഓഡിറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്തിട്ടില്ലെന്നും ദേവസ്വം ബോർഡിലുള്ളവർ ഈശ്വര വിശ്വാസികളല്ലെന്നുമുള്ള പ്രചരണങ്ങൾ ഭക്തജനങ്ങളെയും കൂടൽമാണിക്യം ക്ഷേത്രത്തെയും ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും അപമാനിക്കുന്നതിനും വിശ്വാസികളിൽ വേർതിരിവ് ഉണ്ടാക്കി കലാപവും വർഗീയതയും സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് CK ഗോപി കുറ്റപ്പെടുത്തി. അധികാരം നഷ്ടപ്പെട്ടതിന്റെ മാനസികാവസ്ഥയിൽ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പിൻവലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് ദേവസ്വത്തെ രേഖാമൂലം അറിയിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ എല്ലാ സ്വത്തുക്കളും സുരക്ഷിതമാണോ എന്ന് ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ടോ എന്ന് ആരോപിച്ച് കേരള കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായി വാർത്ത പ്രചരിപ്പിക്കുകയാണ്. ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് നടത്തിയില്ലെന്നും ദേവസ്വം ബോർഡുകളിലുള്ളവർ ഈശ്വര വിശ്വാസികളല്ലെന്നുമുള്ള പ്രചരണം ഭക്തജനങ്ങളെയും ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തെയും ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും അപമാനിക്കുന്നതിനും വിശ്വാസികളിൽ വേർതിരിവുണ്ടാക്കി കലാപവും വർഗീയതയും സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടും കൂടി തെറ്റായ വാർത്തകളാണ് രാഷ്ട്രീയ പാർട്ടി പ്രചരിപ്പിക്കുന്നത്. 30/3/2024 തീയതി വരെ ഓഡിറ്റ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. സ്വന്തം പാർട്ടിയുടെ പേര് പോലും ഏത് അക്ഷരക്രമത്തിലാണെന്ന് അറിയാത്ത യാതൊരുവിധ രാഷ്ട്രീയ മൂല്യങ്ങളും ധാർമ്മികതയും ഇല്ലാതെ അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ മാനസികാവസ്ഥയിലുള്ള വിഭ്രാന്തി കൊണ്ടാണ് കളവായ വാർത്തകൾ രാഷ്ട്രീയ പാർട്ടി പ്രചരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും രാഷ്ട്രീയ ലാഭം നേടാനാകുമോ എന്ന പരീക്ഷണാർത്ഥം സങ്കുചിത ചിന്തയുടെ പ്രതിഫലനമാണ് അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് കാരണം.
ഈ വാർത്ത ശ്രീ തോമസ് ഉണ്ണിയാടൻ പിൻവലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കണമെന്നും ആയത് ശ്രീ കുടൽമാണിക്യം ദേവസ്വത്തിനെ രേഖാമൂലം അറിയിക്കണമെന്നും അല്ലാത്തപക്ഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ചെയർപേഴ്സൺ കുടൽമാണിക്യം ദേവസ്വം. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ നവീകരണത്തിന് 1,77,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. സംസ്ഥാന സർക്കാർ പ്രളയ ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 19 റോഡുകളുടെ നവീകരണത്തിന് ഭരണാനുമതി നൽകിയത്. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും നഗരസഭാ പ്രദേശത്തെയും റോഡുകളാണ് നവീകരിക്കുന്നത്. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പുള്ളിപ്പറമ്പൻ പണിക്കർമൂല റോഡിന് 10 ലക്ഷം രൂപ, പുതുക്കുളം റോഡിന് 10 ലക്ഷം, കുന്നത്ത് പീടിക വെണ്ടർമൂല റോഡിന് 10 ലക്ഷം, കാറളം ഗ്രാമപഞ്ചായത്തിലെ ചെമ്മണ്ട കോളനി റോഡിന് 10 ലക്ഷം, ജാറം പുളിക്കക്കടവ് റോഡിന് 10 ലക്ഷം, മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ മിഷൻ ഹോസ്പിറ്റൽ കണ്ടായി നഗർ റോഡിന് 10 ലക്ഷം, വെറ്റിലമൂല ലിങ്ക് റോഡിന് 5 ലക്ഷം, ശാസ്താംകുളം റോഡിന് 6 ലക്ഷം, വേളുക്കര ഗ്രാമപഞ്ചായത്തിലെ സേന റോഡിന് 10 ലക്ഷം, പൂന്തോപ്പ് കുതിത്തടം റോഡിന് 10 ലക്ഷം, പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പുള്ളി മന റോഡിന് 10 ലക്ഷം, ആളൂർ ഗ്രാമപഞ്ചായത്തിലെ കാരക്കാട്ടുചിറ ബണ്ട് റോഡിന് 10 ലക്ഷം, താണിപ്പാറ കനാൽ ബണ്ട് റോഡിന് 10 ലക്ഷം, പടയൂർ ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് വെസ്റ്റ് റോഡിന് 10 ലക്ഷം, മണ്ണുങ്ങൽ കടവ് റോഡിന് 6 ലക്ഷം, മഴുവഞ്ചേരി തുരുത്ത് ചക്കരപ്പാടം റോഡിന് 10 ലക്ഷം, ഇരിങ്ങാലക്കുട നഗരസഭയിലെ 3-ാം വാർഡിലെ KLDC ബണ്ട് റോഡിന് 10 ലക്ഷം, സ്ട്രീറ്റ് 4 റോഡിന് 10 ലക്ഷം, കോലുംകുളം റോഡിന് 10 ലക്ഷം എന്നിങ്ങനെയാണ് അനുവദിച്ചിട്ടുള്ളത്. സാങ്കേതിക അനുമതി ലഭ്യമാക്കി ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വർണ്ണക്കുട സാംസ്കാരികോത്സവം ഡിസംബർ അവസാന വാരം അരങ്ങേറും. മുനിസിപ്പൽ മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന വർണ്ണക്കുട ജനകീയോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ജൂനിയർ ഇന്നസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, മുൻ MP പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KR ജോജോ, ജോസ് ജെ ചിറ്റിലപ്പള്ളി, TV ലത, ലിജി രതീഷ്, ബിന്ദു പ്രദീപ്, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ, യു പ്രദീപ് മേനോൻ, കലാനിലയം രാഘവനാശാൻ, തഹസിൽദാർ സിമിറ്റ് സാഹു എന്നിവർ പങ്കെടുത്തു. നാടൻ കലാരൂപങ്ങളുടെയും എല്ലാം ഈറ്റില്ലമായ ഇരിങ്ങാലക്കുടയിൽ അത്തരം കലാപരമായ അനുഭവങ്ങളുടെ പരിച്ഛേദം എന്ന നിലയിൽ എല്ലാവരും ആസ്വദിച്ച സാംസ്കാരിക വിരുന്നായി 2 തവണ വർണ്ണക്കുട മഹോത്സവം നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. 2 തവണയും ഏറെ മികച്ച അവതരണങ്ങളാണ് നമുക്ക് നടത്താൻ സാധിച്ചത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളും വൈവിധ്യപൂർണമായ അവതരണങ്ങളും എല്ലാം കൊണ്ട് സമ്പന്നമായിരുന്നു ആ വേദികൾ. ഇരിങ്ങാലക്കുട നിവാസികളായ ഒട്ടേറെ പേരുടെ കൈകോർത്ത് പിടിച്ചുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. മുരിയാട് കോൾ മേഖലയിലെ ചെമ്മണ്ട പുളിയമ്പാടം പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട വെള്ളാനി പടിഞ്ഞാറെ അമ്മിച്ചാലിൽ 30 ഏക്കറിലധികം കൃഷി വെള്ളത്തിലായിരിക്കുന്നതിന് ഉടൻ പരിഹാരം കാണണമെന്ന് BJP ആവശ്യപ്പെട്ടു. നിലവിലെ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം ഒഴുക്കിക്കളയാൻ സാധിക്കാത്തതിനാൽ ഉടൻ വലിയ മോട്ടോർ അനുവദിച്ച് ശാശ്വത പരിഹാരം കാണണമെന്ന് സ്ഥലം സന്ദർശിച്ച BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട ആവശ്യപ്പെട്ടു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയ അനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജയൻ തറയിൽ, സരിത വിനോദ്, ഭാരവാഹികളായ സുഭാഷ് പുല്ലത്തറ, സോമൻ പുളിയത്തുപറമ്പിൽ, ഭരതൻ വെള്ളാനി എന്നിവരും സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ തന്നെ ഏറ്റവും വലിയ നെല്ലറയാണ് നമ്മുടെ ഈ കാറളം പഞ്ചായത്തിലെ ഈ 5000-ലേറെ വരുന്ന ഈ മുരിയാടിന്റെ ഈ വലിയൊരു ഭാഗത്തിന്റെ സിംഹഭാഗം കെടുക്കുന്നതും നമുക്കറിയാം ഈ കാറളം പഞ്ചായത്തിന്റെ ഓരത്ത് കൂടിയിട്ടാണ്. ഇവിടെ സമൃദ്ധിയായ വെള്ളമുണ്ട്, അതിനുള്ള അനുബന്ധ സാഹചര്യങ്ങളുണ്ട്. ഇവിടുത്തെ ആളുകൾ മുഴുവൻ, ഈ നിൽക്കുന്നവർ മുഴുവൻ, ഇതിനപ്പുറത്തും വരാത്തവരുണ്ടെന്ന് ജോലിക്ക് പോയിട്ടുള്ള പല കർഷകരും ഉണ്ട്. അവരൊക്കെ തന്നെ ഇത് വളരെ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടമാണ് ഈ 30 ഏക്കറിലധികം വരുന്ന ഈ സ്ഥലം. അവിടെ തൊട്ടടുത്ത് കാണുന്ന ആ മോട്ടോർ ഉപയോഗിച്ചാണ് ഇവിടെ വെള്ളം വറ്റിക്കാറുള്ളത്. പക്ഷെ കാലങ്ങളായിട്ട് ഈ ലാമാസത്തിലും മറ്റും മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറുമ്പോൾ അത് വേണ്ടത്ര വിത്തിട്ട്, ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഈ ഞാറുകൾ അറിയാം, ഇത് അടുത്ത ദിവസം ഇത് ചീഞ്ഞ് ഇത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പൊ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി
10ന്റെ ഒരു മോട്ടറാണ് ഓൾറെഡി കൊണ്ടുവച്ച് സഹായം ചെയ്യാറുള്ളത്. പക്ഷേ ഈ സമയത്ത് ഇത്രയായിട്ടും യാതൊരു നടപടികളും, ഒരു മോട്ടോർ കേടായി കഴിഞ്ഞാൽ നമ്മുടെ പല പാടശേഖരങ്ങളിലും വേറൊരു മോട്ടറില്ല. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തണ്ടിക വരവ് തൃപ്പുത്തരി മുക്കുടി ആഘോഷം ഒക്ടോബർ 29, 30, 31 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുലാമാസത്തിലെ തിരുവോണ നാളിലാണ് ക്ഷേത്രത്തിലെ തൃപ്പുത്തരി ആഘോഷം. തൃപ്പുത്തരിക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ പോട്ട പ്രവൃത്തി കച്ചേരിയിൽ നിന്നും കൊണ്ടുവരുന്ന ചടങ്ങാണ് തണ്ടിക വരവ്. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് പാട്ട പ്രവൃത്തി കച്ചേരിയിൽ നിന്നും ആരംഭിക്കുന്ന തണ്ടിക വരവ് വൈകിട്ട് 6 പള്ളിവേട്ട ആൽത്തറയ്ക്കൽ എത്തിച്ചേരും. അവിടെ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് തണ്ടിക വരവിനെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുക. ഒക്ടോബർ 30 തൃപ്പുത്തരി സദ്യയും 31 മുക്കുടി നിവേദ്യവും നടക്കും. ദേവസ്വം ഭരണസമിതി അംഗം രാഘവൻ മുളങ്ങാടൻ, അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. തൃപ്പുത്തിരി സദ്യ വിപുലമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പലചരക്ക്, പച്ചക്കറി, അരി, ശർക്കര, പായസം, നെയ്യ് മുതലായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഭക്തജനങ്ങൾ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കും. അതുപയോഗിച്ചുകൊണ്ടാണ് തൃപ്പൂത്തിരി സദ്യക്ക് പ്രധാനമായിട്ടും പാചകം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തണ്ടിക വരവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. കോട്ടയിലെ പ്രവൃത്തി കച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അന്നേ ദിവസം 29 തീയതി വിപുലമായിട്ടുള്ള ഒരു സദ്യ അവിടുത്തെ ഭക്തജനങ്ങൾ ചേർന്ന് നടത്തുകയും അവിടെ നിന്നാണ് തണ്ടിക വരവ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം പുറപ്പെടുന്നത്. ആ തണ്ടിക വരവ് പ്രധാന പല സ്ഥലങ്ങളിലും അതിന് സ്വീകരണങ്ങളൊക്കെ നൽകിയതിന് ശേഷം വൈകിട്ട് 6 മണിയോട് കൂടിയാണ് സംഗമേശ്വര സ്ഥലമായിട്ടുള്ള സ്ഥലത്ത് സ്വീകരണം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 7 മണിയോട് കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. അത് വളരെ വിപുലമായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചടങ്ങുകളാണ്. ധാരാളം ഭക്തജനങ്ങൾ ഇതിനു വേണ്ടി പങ്കെടുക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കായി സംസ്ഥാന തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിനുള്ള ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തല മെഡിക്കൽ ബോർഡ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, സാമൂഹ്യ സുരക്ഷാ മിഷൻ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ PC സൗമ്യ, ജില്ലാ കോർഡിനേറ്റർ KP സജീവ് എന്നിവർ പങ്കെടുത്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങൾക്കും അനിവാര്യമായും ഉണ്ടാകേണ്ട ഏകീകൃത തിരിച്ചറിയൽ കാർഡ് വിതരണം വളരെ കാര്യക്ഷമമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ഇതിനകം നിരവധി ക്യാമ്പുകൾ നമ്മൾ നടത്തി കഴിഞ്ഞു. ക്യാമ്പുകളുടെ എണ്ണം വളരെ വർദ്ധിപ്പിച്ചിട്ടും എല്ലാ ഭിന്നശേഷിക്കാരും ഇതിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ള ഒരു നിർഭാഗ്യകരമായ അവസ്ഥ കണ്ടതിനെ തുടർന്നാണ് ഇന്ന് ഈ ക്യാമ്പ് കൂടി നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ഭിന്നശേഷിക്കാർക്കും തിരിച്ചറിയൽ കാർഡുള്ള ആദ്യത്തെ മണ്ഡലമായി ഇരിങ്ങാലക്കുട മാറണം. വിദഗ്ധരായ ഡോക്ടർമാർ അതിനായിട്ട് സഹകരിച്ചു. പക്ഷെ ഇനിയും നമുക്ക് ബാക്കിയുള്ള കുറച്ച് പേരെ കൂടി രജിസ്റ്റർ ചെയ്യിപ്പിക്കാനും കാർഡ് ലഭ്യമാക്കാനും വേണ്ടി സമയം ഉണ്ടാക്കേണ്ടതുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ച് ഇരിങ്ങാലക്കുട കണ്ടേശ്വരം ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ അമ്പിളി ജയൻ, KM സന്തോഷ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. അത് ഇവിടെ ഈ വഴിയിൽ വെളിച്ചം വിതറി എല്ലാവർക്കും സഹായകരമാകട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. നമ്മുടെ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കിഴക്കൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് വികസനത്തിൻ്റെ കുറവുണ്ട് എന്ന് നമുക്കറിയാം. അതിന് ആനുപാതികമായ നിലയിലുള്ള ചില ഇടപെടലുകൾ MLA എന്നുള്ള നിലയിൽ നടത്തുകയാണ്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 14 ലക്ഷം രൂപ ചെലവിൽ അതിൻ്റെ കോമ്പൗണ്ട്
ടാർ ചെയ്ത് നന്നാക്കാൻ MLA എന്നുള്ള നിലയിൽ ചാർജ് എടുത്ത് അധികം താമസിയാതെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് അവിടെ വളരെ വലിയ ഒരു ബസ് ബേയും ഓഡിറ്റോറിയവും നിർമ്മിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.